സമുദ്രദേവിയായ ടെഫീറ്റിയുടെ ഹൃദയത്തിൽ നിന്നാണ് ജീവജാലകങ്ങൾ ഉത്ഭവിച്ചത്. പക്ഷേ അർദ്ധദേവനായ മാവോയി അത് മോഷ്ടിച്ചു. ശേഷം കടലിൽ വിഷം പടരുന്ന പോലെ ഒരു രൂപം വരികയും മാവോയിയെ ഏറ്റുമുട്ടി മാവോയി അപ്രത്യക്ഷനാവുന്നു. ദാദിദാല മുത്തശ്ശി കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു. എല്ലാ കുട്ടികളും പേടിയോടെ കേൾക്കുമ്പോൾ മോവാന മാത്രം ആശ്ചര്യത്തോടുകൂടി കഥ കേട്ടു. കഥകൾ കേട്ട് ആവേശം നിറഞ്ഞ മോവാന കടൽക്കരയിലേക്ക് പോകുന്നു. തിരമാലകൾ അവളോട് കളിക്കുന്നു. അത്ഭുതകരമായി കടൽ ഒരു ജീവിക്കുള്ളിൽ പോലെ പിളർന്നു അവളെ ആലിംഗനം ചെയ്യുന്നു. സമുദ്രം അവളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മോവാന മുന്നിൽ നീലഭാസ്വരമായി ടെഫീറ്റിയുടെ ഹൃദയം തെളിയുന്നു. അവൾ അത് കയ്യിൽ എടുക്കുമ്പോൾ അച്ഛൻ ടൂയി അവളെ തിരികെ വിളിക്കുന്നു. അവൻ അവളെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ മോവാനന്റെ കയ്യിൽ നിന്നും ഹൃദയം വീണ് കടലിലേക്ക് ചാടിപ്പോകുന്നു. അതെ, അവളെയാണ് ടെഫീറ്റിയുടെ കാണാതെ പോയ ഹൃദയം കണ്ടുപിടിക്കാൻ സമുദ്രം തിരഞ്ഞെടുത്തിരിക്കുന്നത്.